പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസലോ. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസലോ. നമുക്ക് ഈ ലോകത്തിൽ പ്രാർത്ഥിക്കാത്ത മനുഷ്യർ അപൂർവമാണ്. എല്ലാ മനുഷ്യരും അവരുടെ മതവിശ്വാസങ്ങൾക്ക് അധീനമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഇതുവരെ പ്രാർത്ഥിക്കാത്ത ആളുകളും ജീവിതത്തിലുണ്ട്. പ്രൈസലോ. ദൈവസഭയ്ക്കകത്ത് തന്നെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാത്തവരുണ്ട്. അവർ വീട്ടിലും പ്രാർത്ഥിക്കാത്തവരാണ്. അവർ പ്രാർത്ഥന കേൾക്കുന്നവരാണ്. പ്രൈസലോ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ പ്രാർത്ഥിച്ചു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം. പ്രൈസലോ. നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും നാം പലപ്പോഴും ദൈവദാസന്മാരെ ആ പ്രാർത്ഥന വിഷയം ഏൽപ്പിച്ച് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ അത് ദൈവം കേട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അഥവാ നിങ്ങൾ പറയാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, ദൈവം ആ വിഷയത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന കഷ്ടതയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. പ്രൈസലോ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസലോ. അതുപോലെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഭക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ ദൈവവേലകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയോടെ ചെയ്യുമ്പോഴാണ് രണ്ട് ഭാഗത്തുള്ള പ്രാർത്ഥന വരുമ്പോൾ അത് വലിയ ദൈവിക വിടുതലാണ്. പ്രൈസലോ. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം വേല ചെയ്യുന്നതിനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ നീതിമാനായി വിളിച്ച് വേർതിരിച്ചതിന്റെ കാരണം തന്നെ അനീതിയിൽ നമ്മൾ മോചനം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസലോ. നമ്മൾ ഈ ദൈവജന ഭാഗം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളെ തുറന്ന് താഴോട്ട് കാണാൻ കഴിയും. 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മനുഷ്യന്റെ മനസ്സിനെ ദുർബലമാക്കുകയും ആത്മാവിനെ മലിനപ്പെടുത്തുകയും ശരീരത്തെ രോഗാധീനമാക്കുകയും ചെയ്യുന്ന ആകുല ചിന്തകളെയും, ഹല്ലേലൂയ, ഭീതികളെയും അശുദ്ധമായ മനോവികാരങ്ങളെയും ദുർസ്വഭാവങ്ങളെ, ദുശീലങ്ങളെ, മയക്കുമരുന്ന് ലഹരികൾക്ക് അധീനമാകുന്ന ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന പ്രൈസലോ പൈശാചിക ശക്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ അതിന് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ആന്തരികമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പല കഷ്ടതയിൽ നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇംഗ്ലണ്ടിലെ റോയൽ ഹോസ്പിറ്റലിന്റെ മേധാവി, പ്രസിദ്ധ ബിഷകനുമായിരുന്ന ഫിലിപ്പോസിന്റെ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. മനപ്പീഡയും നിദ്രാഹിത്യവും ബുദ്ധിഭ്രമവും അതിനോട് ചേർന്ന് അസ്വസ്ഥതകളുള്ളവർക്ക് പലപ്പോഴും മാനസിക നില തെറ്റി അസ്വസ്ഥമായി മാറാറുണ്ട്. അത് വരാതിരിക്കുവാൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവവചനം നമ്മെ ഏൽപ്പിക്കുക. അല്ലേ? നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് പോലെ തന്നെ, നാം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉപദ്രവം ഏൽക്കുന്ന, നമ്മുടെ ശരീരത്തോട് ഉപദ്രവിക്കുന്ന, നമ്മെ ഉപദ്രവിക്കുന്ന ഒരു ശത്രുവുണ്ട്. അത് സാത്താനാ. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ എത്രമാത്രം വേദന ആ മനുഷ്യർക്കുണ്ടാകുമോ അതുപോലെ തന്നെയാണ് നമ്മളിലേക്ക് തന്നെ ശത്രുവിന്റെ ദ്രോഹം, ശത്രുവിന്റെ ഉപദ്രവം ഏൽക്കുമ്പോൾ നമ്മെ അവൻ കണ്ടമാനം ഉപദ്രവിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ.
നിങ്ങൾ കഷ്ടതയുടെ നടന്നു പോകുമ്പോൾ, കഷ്ടതയുടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരണം. സ്തോത്രം. നിങ്ങളുടെ കഷ്ടതകൾക്ക് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഷ്ടതകൾക്ക് ഈ ലോകത്തിലൊരു മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. പ്രൈസലോ. കഷ്ടത എന്ന് പറയുന്ന ഒരു വലിയ പ്രതികൂല സാഹചര്യമാണ്. അതിനെ നിങ്ങൾ ജയിക്കണം. ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന, നിർമ്മല ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന, അത് ദൈവം കേട്ടിട്ട് നിന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തന. ഈ പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ മനസ്സിനെ ദുർബലമാക്കുന്ന, ശരീരത്തെ തകർക്കുന്ന, വിവിധ മനോവിഷമങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന, നിരാശപ്പെടുത്തുന്ന അനവധി വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്, നിന്റെ കുടുംബത്തിലുണ്ട്. അല്ലേലിയ. ജീവിതത്തിലും കുടുംബത്തിലും സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ നീ ആഗ്രഹിക്കുമ്പോൾ നിന്നെ തകർക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. ആ പൈശാചികമായ ശക്തികൾക്കെതിരെ നീ പോരാടി പ്രാർത്ഥിക്കണം. നീ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നിന്റെ അരികിൽ ഓടിപ്പോലെ നിന്റെ കുടുംബത്തിൽ നിന്നും അവൻ മാറും. നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, അല്ലേലിയ, അവൻ നമ്മുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കി കളയും. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുമ്പോൾ സാത്താൻ നിങ്ങളെ വിട്ടോടുവാണ്ടയാകും. യത്നം ചെയ്യാം. അപ്പൊ നിങ്ങൾ കഷ്ടമനുഭവിക്കുന്ന അല്ലയോ പ്രാർത്ഥിക്കട്ടെ. രണ്ടാമത്തെ കാര്യം യാക്കോബ് പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 5:13 തന്നെ പറയുന്നത്, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. അപ്പം ദൈവസഭയ്ക്കകത്ത്, ദൈവമക്കൾക്കകത്ത് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, സുഖം അനുഭവിക്കുന്നവരുമുണ്ട്. പ്രൈസ്. സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ ആരാധനയിൽ പാട്ടുകൾക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ യഹൂദന്മാരുടെ പാട്ടുപുസ്തകമാണ്. ക്രിസ്തീയ ശുശ്രൂഷകളിലും പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ യഹൂദന്മാരുടെ ആരാധനയിൽ പാട്ടുകൾക്കുള്ള പ്രാധാന്യമായിരുന്നു. അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകം ഒരു പാട്ടുപുസ്തകം തന്നെയായിരുന്നു. നമ്മുടെ ആരാധനയിൽ പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല സഭകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സഭയിൽ പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് ദൈവമക്കൾ വരത്തില്ല. അവര് പാട്ടൊക്കെ പാടി അവസാനം പ്രാർത്ഥനയൊക്കെ തുടങ്ങി തീരാറായിരിക്കുന്ന സമയത്ത് ചിലർ വരുന്നത്. എന്തിനും വരുന്നതെന്നൊന്നും അറിയത്തില്ല. പാട്ടുമൊക്കെ പാടി ആരാധന അനുഗത്തിലുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലര് കുറുക്കൻ വന്ന് പമ്മി കയറുന്ന പോലെ സഭയ്ക്കകത്ത് വന്ന് പമ്മി കയറിയിരിക്കും. അല്ലേ? അങ്ങനെ കുറുക്കന്റെ സ്വഭാവമുള്ളവരുണ്ട് സഭയ്ക്കകത്ത്. കാരണം അവര് പാട്ടുപാടി ആരാധിക്കാൻ വരുന്നില്ല. അവര് വലിയ പുള്ളികളാ. പക്ഷെ അവരെ വിളിക്കുന്ന കുറുക്കൻ അല്ലേ? കാരണം അവൻ സമയത്ത് വരത്തില്ല. അവൻ ഇഷ്ടമുള്ളപ്പോഴാണ് അവൻ വരുന്നത്. അവനെന്തോ കഷ്ടം പൊട്ടിച്ചുകൊണ്ട് പോകാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കുറുക്കന്റെ പണി എന്താ? അപ്പൊ ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ആരംഭത്തിൽ, പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവിക ആരാധന. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കഷ്ടതകളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത് പോലെ തന്നെ നാം കഷ്ടതയിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ, വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ, നാം സുഖം അനുഭവിക്കുമ്പോൾ പാട്ട് പാടണം. ചിലർക്ക് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം മാത്രം മതി. ചിലര് നമ്മളിലേക്ക് സമീപിക്കുന്നത്, പാസ്റ്റർ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടതയാണ്, പ്രയാസമാണ്, സങ്കടമാണ്, ദുരിതമാണ്, സാമ്പത്തിക ഞെരുക്കമാണ്, ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, കുടുംബത്തിൽ കഷ്ടത, കടക്കണിയാണെന്നൊക്കെ പറഞ്ഞ് അനവധി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ സമീപിക്കാറുണ്ട്. കടക്കണി, ലോഡ്, വിഷയങ്ങൾ, ജപ്തി, ഭവനമില്ല എന്ന് വേണ്ട, ശാരീരികമായ രോഗങ്ങൾ എന്നും ഈ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുന്നവരുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ അവർക്ക് മറുപടി ലഭിക്കുമ്പോൾ, അവരെ കടന്നു പോകുന്ന കഷ്ടത്തിൽ അവർക്ക് മറുപടി ലഭിക്കുമ്പോൾ, അവർ സുഖം അനുഭവിക്കുമ്പോൾ പിന്നെ അവർ ദൈവസഭയിൽ കടന്നു വരുന്നില്ല. ഹല്ലേലൂയ. എനിക്കതൊരു ഒരുപാട് അനുഭവം. ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വളരെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, സുഖം പ്രാപിച്ചിട്ടുണ്ട്. സുഖം പ്രാപിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? പിന്നെ സഭയിൽ വരത്തില്ല. ഹല്ലേലൂയ. പക്ഷെ യാക്കോബ് എന്താണ് പറയുന്നത്? സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിങ്ങൾക്ക് ദൈവം, നിങ്ങളുടെ കഷ്ടത്തിൽ നിങ്ങളെ ദൈവം വിടിവിച്ച് നിങ്ങൾ സുഖകാലത്തിലേക്ക്, സുഖ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവസഭയിൽ വന്ന് ദൈവത്തെ പാടി സ്തുതിക്കണമെന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. പ്രൈസ് ലോർഡ്.
എന്ന് പറഞ്ഞാൽ രോഗവും മരണവും അനുസരണക്കേടിന്റെ ബലമാണ് എന്നാണ് ഈ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. ഈ രോഗം വരുന്നത്, ആ മരണം വരുന്നത് ആ മനുഷ്യന്റെ അനുസരണക്കേട് മുഖാന്തരമാണെന്ന് യഹൂദന്മാരുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എപ്പോഴും രോഗത്തെ പാപത്തോട് ബന്ധിച്ചാണ് അവർ ചിന്തിച്ചിരുന്നത്. രോഗത്തെ, അവരുടെ ശരീരത്തെ, മാരകമായ രോഗത്തെ അവരുടെ പാപത്തോട് കൂട്ടിയിണക്കി അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. റബി, ഈവൻ അവരെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു എന്നാണ് ഒരു കൂട്ടം ജനം യേശുവിനോട് ചോദിക്കുന്ന. യോഹന്നാന്റെ സുവിശേഷം 8:2 9:2 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാരുടെ ചോദ്യത്തിലും ഈ വിശ്വാസമാണ് പ്രതിഫലിച്ച് കാണുന്നത്. എന്ന് പറഞ്ഞാൽ രോഗം മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, പാപമാണത് രോഗം മരണമായി മാറുന്നത് എന്നുള്ള ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അപ്പം പാപം നിമിത്തവും പ്രകൃതി അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്നതിലും പൈശാചിക ബാധകളാലും രോഗങ്ങൾ വരാം. നിയമം തെറ്റിക്കുമ്പോൾ, ഏത് നിയമം? ദൈവവചനത്തിലെ നിയമം തെറ്റിക്കുമ്പോൾ, പ്രാർത്ഥന നഷ്ടപ്പെടുത്തുമ്പോൾ, ആരാധന നഷ്ടപ്പെടുത്തുമ്പോൾ, ദൈവവചന ധ്യാനം നഷ്ടപ്പെടുത്തുമ്പോൾ, ദൈവത്തോടുള്ള വേർപാട് നഷ്ടപ്പെടുത്തുമ്പോൾ, വിശുദ്ധി നഷ്ടപ്പെടുത്തുമ്പോൾ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ വരും. പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, പ്രകൃതി നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് അനേക ശാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും തകർക്കുന്ന നിലയിൽ നിങ്ങൾ ക്ഷീണിതരായി മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോലി ചെയ്ത് മാത്രമല്ല ക്ഷീണിക്കുന്നത്. നമ്മൾ ക്ഷീണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും ക്ഷീണിക്കും. ഹല്ലേലൂയ. ശരീരവും മനസ്സും ഹൃദയവും ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഒരു അസ്വസ്ഥനായി മാറും. ആ അസ്വസ്ഥത നിങ്ങളെ ഓരോ ദിവസം തളർത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ വലിയ മനോവിഷമത്തിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ നിങ്ങൾ മാരകമായ രോഗത്തിന് അധീനായി മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഹല്ലേലൂയ, നിങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചേർന്നിരുന്ന് പരസ്പരം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് നീ മുന്നിട്ട് കടന്നു വരുമ്പോൾ, നീ ദീനമായി കിടക്കുന്ന സമയങ്ങളിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. രക്തം ചെയ്യാൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഓരോ ദിവസവും നീ ഇവിടെ നടത്തുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നെങ്കിൽ പണ്ടേ നീ ഒരുപിടി മണ്ണായി മാറിയേനെ. ഒരുപിടി മണ്ണായി മാറി നരകത്തിന്റെ അധീനതയിലേക്ക്, കെടാത്ത തീയിൽ ചാകാത്ത മുഴുമുള്ള ആ നരകാഗ്നിയിലേക്ക്, ആ നരകക്കടലിലേക്ക് നീ വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നിന്റെ ദീനക്കിടക്കയിലും കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഹല്ലേലൂയ, അവൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ സൗഖ്യമാക്കുക. അല്ലെങ്കിൽ പണ്ടേ നീ നരകത്തിൽ പോയേനെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, നരകയാതന അനുഭവിക്കാതിരിക്കാൻ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുക. മനുഷ്യ ജീവിതമല്ലേ, ഒരുപാട് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നു പോകുന്നതാണെങ്കിലും, ഹല്ലേലൂയ, അതിന്റെ നടുവിലും പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. ആകയാൽ ശാരീരികമായ അല്ലെങ്കിൽ അസ്വസ്ഥത നിങ്ങളിൽ ഉള്ളപ്പോൾ ആ അസ്വസ്ഥതയെ നീക്കുവാൻ വേണ്ടിയിട്ട് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരണം. നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ട്, ഹല്ലേലൂയ, ആ ശാരീരിക അസ്വസ്ഥത നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരണം. നമ്മുടെ അവസ്ഥ കണ്ടിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം വ്യവസ്ഥയ്ക്ക് പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ. നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല. രക്തം ചെയ്യും. നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ, നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിൽ, നിങ്ങളുടെ പഞ്ചായത്തിനെ നിയന്ത്രിക്കുവാൻ, നിങ്ങളുടെ പഞ്ചായത്തിലെ ജനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനുള്ള അധികാരികളെ നിങ്ങൾ അനുസരിക്കണം. അവരുടെ നിയമം ലംഘിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി മാറും, നിങ്ങൾ പിടിക്കപ്പെടും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന് നിയമം ലംഘിക്കാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്ന നിയമ പുസ്തകം ഉണ്ടല്ലോ, സത്യവേദ പുസ്തകം, ഈ നിയമ പുസ്തകത്തെ നിങ്ങൾ ലംഘിക്കരുത്. അതിനെ നിങ്ങൾ ലംഘിക്കുമ്പോൾ അനുസരണക്കേട് മുഖാന്തരം പാപം മുഖാന്തരം രോഗം മുഖാന്തരം മരണം നിന്റെ ജീവിതത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യാക്കോബ് അതിന്റെ ലേഖനം 5-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങളിൽ ശക്തമായി പ്രാർത്ഥനയുടെ ഒരു ആഹ്വാനത്തെ നമ്മളെ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലുള്ള, ഹല്ലേലൂയ, ആ അവസ്ഥയെ മാറ്റിയിട്ട്
അല്ലെങ്കിൽ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റിത്തരും. അല്ലെങ്കിൽ മാനസികമായി പിരിമുറുക്കം നിങ്ങളെ എപ്പോഴും ബാധിക്കാറുണ്ട്. ചിലർ പറയരെ ഭയങ്കര മാനസിക തകർച്ചയ, മാനസിക പിരിമുറുക്കം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും പ്രവർത്തിക്കാൻ തോന്നില്ല, എങ്ങോട്ടും പോകാൻ തോന്നില്ല, അങ്ങ് ക്ഷീണത്തിൽ ചില മാനസിക പിരിമുറുക്കം കൊണ്ട് ഭവനത്തിൽ തന്നെ ഇരിക്കും. അല്ലേ? ഒരുപാട് കടക്കണികൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ കടന്നു വരും, കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത കടന്നു വരുമ്പോൾ, കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾ മാനസിക അസ്വസ്ഥത അനുഭവിക്കാറുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാനം മുഖാന്തരം, നിങ്ങളുടെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം മദ്യപാനം മുഖാന്തരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഒന്നിച്ച് മദ്യപിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മദ്യപാനത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവർ ഭർത്താക്കന്മാരെ പോലെ തന്നെ മദ്യപാനത്തിലേക്ക് വന്നിരിക്കുന്നു. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ മദ്യപാനം കണ്ടുപിടിച്ച് മക്കൾ അതിനേക്കാളും ശ്രേഷ്ഠന്മാരായി മാറി. എല്ലാവരും അതിന് PhD എടുത്ത മദ്യപാനത്തില് ഭാര്യ ഭർത്താക്കന്മാരും മക്കളും PhD എടുത്തവരാണെന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ ദൈവ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ, നിയമം ലംഘിക്കുമ്പോൾ, പ്രകൃതി നിയമങ്ങൾക്ക് നിങ്ങൾ വിരോധമായി ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ, ദൈവ വ്യവസ്ഥയിൽ നിങ്ങൾ മാറിപ്പോകുമ്പോൾ നിങ്ങൾ മാനസിക പിരിമുറുക്കമുള്ളവരായി മാറും. ആ മാനസിക പിരിമുറുക്കം നിന്നെ അവസാനം എന്ത് ചെയ്യും? ഒരു മനോരോഗിയാക്കി മാറ്റും. രക്തചയം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഹല്ലേലൂയ. ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അവർ പറയുന്നത്, എന്റെ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ആരാ പറയുന്നത്? ദൈവവിശ്വാസികളാ. അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കാരണം അവിടെ ഒരു സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, വ്യവസ്ഥയ്ക്കുള്ള ജീവിതമില്ല. എല്ലാം വ്യവസ്ഥ തെറ്റിയവരാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, വ്യവസ്ഥ തെറ്റിയതാണോ നിന്റെ കുടുംബം? നിന്റെ കുടുംബത്തിനകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. നിന്റെ വ്യവസ്ഥ തെറ്റിയ കുടുംബത്തിനകത്ത് സാഹചര്യങ്ങളെ നീ മനസ്സിലാക്കിക്കൊണ്ട് നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ നിന്റെ ശാരീരിക അസ്വസ്ഥത മാത്രമല്ല, മനോപീഡകളെ മുഴുവൻ നീക്കിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. പ്രൈസലോ. ഞാൻ പറയില്ല, നിന്നെ യേശു സ്നേഹിക്കുക. ഭൂമി നമ്മളെ എല്ലാവരും വെറുക്കും, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നകതയും ഹല്ലേലൂയ. ഒരു വാഹനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് വാഹനമുള്ളവരില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും ഒരു സൈക്കിളെങ്കിലും കാണും. സൈക്കിളോ ബൈക്കോ, അത് കാറൊന്നും വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ സൈക്കിളെങ്കിലും കാണും. ഇല്ലാത്ത വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈക്കിളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട്, ഒരു ബൈക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ യാത്ര ചെയ്ത് വരാം. അല്ലെങ്കിൽ നിങ്ങൾ ആ വാഹനം ദിനംതോറും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ നട്ടുപോട്ടുകൾക്കും മറ്റുള്ള എല്ലാ മിഷനറീസിനും ഒക്കെ ചെറിയ ചെറിയ തേയ്മാനങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ തേയ്മാനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ തേയ്മാനങ്ങൾ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കാണിച്ച് വർക്ക്ഷോപ്പിന്റെ ഉടമയോട് പറഞ്ഞ് ആ തേയ്മാനങ്ങളെല്ലാം നമ്മൾ മാറ്റി എല്ലാം പുതിയതാക്കും. എങ്കിൽ പിന്നെ അങ്ങനെ പുതിയതാക്കി കഴിയുമ്പോൾ ഈ വണ്ടി വീണ്ടും നല്ല കണ്ടീഷൻ, നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും നാം മുന്നോട്ട് കടന്നു പോകുമ്പോഴും പലവിധമായ വീഴ്ചകളുണ്ട്, പലവിധമായ കുറവുകളുണ്ട്. വണ്ടിയുടെ മെഷീൻ ഓരോ പാർട്സുകളും തേയ്മാനം സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലതും തടസ്സപ്പെട്ടിരിക്കുക. പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട്, ആരാധനയില്ലാത്തതുകൊണ്ട്, ദൈവസേനയിൽ അല്ലെങ്കിൽ പാട്ടുപാടി പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വണ്ടിയുടെ പാർട്സുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നത് പോലെ നിന്റെ അവസ്ഥയാകും. ലേരിയ. അത് മനസ്സിലാക്കിയിട്ട് നീ ദൈവസ്ഥനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ദൈവസ്ഥനെ നിലവിളിക്കുന്നെങ്കിൽ അല്ലേരിയ, നിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റുന്നത് കേട്ടോ. അല്ലേരിയ. ഞാൻ ഈ ദൈവോദരം പറയുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾക്കകത്ത്, പദങ്ങൾക്കകത്തുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബം പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ കുടുംബമാകണം. അല്ലാതെ പാസ്റ്റർമാർ, ദൈവദാസന്മാർ വരുമ്പോൾ എന്റെ പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതല്ല. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പ്രാർത്ഥന ശബ്ദം ഉയരണം. നിന്റെ ഭവനം ഒരു പ്രാർത്ഥന ഭവനമായി മാറണം. അല്ലെങ്കിൽ ഒരു ആരാധന ഭവനമായി മാറണം. നിന്റെ ഭവനത്തിനകത്ത് സങ്കീർത്തനങ്ങളിലെ, സ്തുതികളിലെ, സ്തോത്രത്തിന്റെ ശബ്ദം പുറത്തേക്ക് ജനം കേൾക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണം. അല്ലേരിയ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഞാനും എൻ്റെ വൈഫും മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സുവിശേഷമായി ഒരു വീട്ടിൽ ചെന്നു. ഒരു ഹൈന്ദവ പശ്ചാത്തലമുള്ള വീടാ. അല്ലേരിയ. അവർ ഹെൽത്തിലെ ഇൻസ്പെക്ടർ. അല്ലേരിയ. സോദരൻ, ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളെ സ്വീകരിച്ച ഒരു വീട്ടിൽ കയറ്റിയിരുത്തി
അപ്പൊ ഞാൻ അവരുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൊല്ലംകാരാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഒരു കൊല്ലംകാരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പത്തനംതിട്ടക്കാരനാണ്. അപ്പം ഞങ്ങൾ പത്തനംതിട്ടക്കാരും കൊല്ലംകാരോട് അടുത്ത് ചേർന്നപ്പോൾ അപ്പൊ അവർ ഞങ്ങളോട് ഞാൻ ഇന്നും എന്റെ പാസ് ഒരു പാട്ട് കേട്ട് നിങ്ങളുടെ പാട്ട് കേട്ടാ എഴുന്നേക്കെന്ന് പറഞ്ഞു. ആ സൗകര്യനോട് ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ എല്ലാം അവരുടെ അടുത്ത് ബന്ധുക്കോസുകാരുടെ വീടുണ്ട്, ആ വീട്ടിലെ പാട്ട് കേട്ട അവർ എഴുതേക്കുന്നതാണ്. അപ്പൊ അവരെ പാട്ട് കാണാതെ പഠിച്ചു അല്ലേ. അതിനെ കുറിച്ചിട്ട് ലൈൻ അറിയത്തില്ല, അവർ എഴുതി കൊടുക്കാൻ എന്നോട് പറയുന്നത് ഏത് പാട്ടാണ്. അവർ പറയും ഞാൻ ഇന്നും രാവിലെ എഴുന്നേക്കും ഞങ്ങളുടെ വീട്ടിൽ കേൾക്കുന്നത് അമ്മ മനമേ പറ്റി ഗണങ്ങൾ ഉണർന്നത് പാടുന്ന ആ പാട്ടാണ് അല്ലേ. അപ്പൊ അവർക്ക് നന്നായിട്ട് എൻ്റെ ഈണവും ട്യൂണും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞാനും എൻ്റെ വൈഫും കൂടെ വീട്ടിലിരുന്ന് അവരോടൊപ്പം ചേർന്ന പാട്ട് പാടി കേട്ടോ. അവർക്കുണ്ടായ സന്തോഷം എന്താ പറയും. ജാതികൾക്ക് പോലും ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് ആനന്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിഗീതങ്ങൾ പാടി ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. രക്തം ചെയ്യും. നിങ്ങൾ ചോദിക്കും പാസ്സതൊക്കെ ചെയ്യും. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എണീറ്റിട്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യും, പ്രഭാത ഗീതങ്ങൾ പാടി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്നിട്ടൊക്കെ ഈ മെസ്സേജിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം രാവിലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ ആരോഗ്യമുള്ള കാര്യമാണ്. രാവിലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരുപാട് ആരോഗ്യം ഉണ്ടാവും, മാനസികമായ സന്തോഷം ഉണ്ടാകും, മാനസിക പിരിമുറുക്കങ്ങൾ മാറും, ഒരു പ്രതീക്ഷയുണ്ടാകും. ഹല്ലേലൂയ. കാരണം നമ്മുടെ അപ്പനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്തിനും പ്രാർത്ഥനയിലേക്ക് വരണം. അപ്പൊ യാക്കോബ് പറയാണ് കഷ്ടം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ, ദീനമായി കിടക്കുന്ന സുഖം അനുഭവിക്കുക പാട്ട് പാടട്ടെ, അവൻ ധീരമായി കിടക്കുന്നവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അടുത്ത പറയാൻ മൂപ്പന്മാരെ വരുത്തി എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. യാക്കോബിന്റെ 5:11 പറയാണ് മൂപ്പന്മാരെ വരുത്തി ആമേൻ നിങ്ങളിൽ ദീനമായി കിടക്കുന്ന സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ ആമേൻ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ മൂപ്പന്മാരെ വരുത്തി എണ്ണ അലിയ അമ്മ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നത് ഇന്നും അനേക ദൈവദാസന്മാരെ അലേറിയ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ട് അലേറിയ. ചിലര് എണ്ണ കുടിപ്പിക്കും കേട്ടോ, എണ്ണ കുടിപ്പിക്കും. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പം ആ വീട്ടിലൊരു പ്രവാചകൻ വന്നിരുന്നു. ആ പ്രവാചകൻ എന്ത് ചെയ്തു വന്ന് മീറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ആ പ്രാർത്ഥനയ്ക്കകത്ത് ആ സഹോദരി പറഞ്ഞ് കുറച്ച് എണ്ണ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. എണ്ണ എടുത്തുകൊണ്ട് കൊടുത്ത് എണ്ണയ്ക്കകത്ത് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു. വെള്ളം കൂടെ ഒഴിച്ച് ഒന്നിച്ചൊന്ന് കലക്കിയിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. അവർ 2-3 ഗ്ലാസ് കുടിച്ച ആ വീട്ടിലുള്ളവര് അവർക്ക് അങ്ങ് അത് അസ്വസ്ഥയായി, വയറിന് അസ്വസ്ഥയായി, കുറച്ച് ദിവസം ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിക്കുന്നത് പാസ്റ്റർ അബദ്ധം പറ്റി, പാസ്റ്റർ വന്നേക്കൊണ്ട് പ്രാർത്ഥിക്ക്. ഞാനവരുടെ പറഞ്ഞ് മേലാരി ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യരുത്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ യാക്കോബ് പറഞ്ഞ് സഭയിലെ മൂപ്പന്മാരെ വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് പച്ചവെള്ളം ഒഴിച്ചു കുടിപ്പിച്ച് നിങ്ങളുടെ വയറിളക്കത്തിന് അല്ലെങ്കിൽ മരുന്ന് കൊണ്ടൊരു കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ നിങ്ങളെ ഇവിടെ ജയിപ്പിക്കുന്നത് പറഞ്ഞു കേട്ടോ. കാരണം അല്ലെങ്കിൽ പലതും തെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സഭയിലെ മൂപ്പന്മാരെ എഴുതി എണ്ണ പൂരിട്ടി വലിയ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ സഭാംഗങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നവരാണ് മൂപ്പന്മാർ. സഭയുടെ മേൽനോട്ടം വഹിക്കുന്നവരാണ് മൂപ്പന്മാർ. രോഗിയെ സൗഖ്യമാക്കുന്നതിന് കർത്താവിന്റെ നാമം പത്രോസ് ഉപയോഗിക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3:6 കാണാൻ കഴിയും. കാരണം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി കിടക്കുന്ന മനുഷ്യൻ പത്രോസും യോഹന്നാനും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് വല്ലതും കിട്ടുമെന്ന് കണ്ട് അവരെ ഉറ്റുനോക്കി. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ ഈ വെള്ളിയും പൂന്നും ഒന്നുമില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു, എന്താണ് കൊടുത്തത്? ഞങ്ങൾ അവർക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം എന്ന് പറഞ്ഞ് ആ മുടന്തന്റെ കൈ പിടിച്ച് പത്രോസ് അവൻ എഴുന്നേറ്റ് നടന്നും തുണിയും ദൈവത്തെ സ്തുതിച്ചെന്ന. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ രോഗസൗഖ്യമാക്കാനുള്ള ആത്മീയ അധികാരത്തോടുകൂടി പറഞ്ഞയച്ചപ്പോൾ അവർ അനേക രോഗികളെ എണ്ണ തേച്ച് സൗഖ്യമാക്കിയതായി പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 6:14. നമ്മൾ എണ്ണ പൂശി പ്രാർത്ഥിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എണ്ണയൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞത് എണ്ണ പറയാം പാസ്റ്റേ ഈ എണ്ണയൊന്ന് പ്രാർത്ഥിച്ചതാ തലയിൽ തേക്കാനാ. അങ്ങനെ ഞാൻ എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കുടിക്കാൻ കൊടുക്കുന്നതല്ലേ കേട്ടോ. അത് തലയിൽ തേക്കാൻ അല്ലെങ്കിൽ ശരീരത്തിന്റെ മുറിവുള്ള ഭാഗങ്ങൾ തേക്കാനാ. അങ്ങനെ വേദവശം ചെയ്ത് കുടിക്കാൻ പറയല്ലേ കേട്ടോ. ലലിയ എന്നിട്ട് ദൈവത്തിന് ഒരു വിധത്തിൽ ലലിയ സ്തോത്രം ഒരു പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അസ്വസ്ഥമായി മാറുക.
ദൈവത്തിന് മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അസ്വസ്ഥമായി മാറും. കാരണം വേദപുസ്തകത്തില്ലാത്ത പലതും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, അതുകൊണ്ട് ശാസ്ത്രീയമായുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ സഭയിലെ മൂപ്പിനെ വരുത്തി, ഇടയനെ വരുത്തി ആ മനുഷ്യനോട് നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യൻ നിങ്ങൾക്ക് എണ്ണ പ്രാർത്ഥിച്ചു തരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ തലയിൽ തേച്ച ഒരുപക്ഷെ തലവേദനയ്ക്കായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും അസ്വസ്ഥതയ്ക്കായിരിക്കും. മുറിവുകളിലൊക്കെ എണ്ണത് അമ്മ പ്രാർത്ഥിച്ച് തേക്കാറുണ്ട്. ചില വീടുകളിൽ ചെന്ന വെള്ളം പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്, പക്ഷേ അതിന്റെ വ്യവസ്ഥയ്ക്കായിരിക്കണം കേട്ടോ. വ്യവസ്ഥ ലംഘിക്കാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ കൊറോണ സമയത്ത് ആരാധന ഒരു കുറച്ചു കാലം നിന്നിരുന്നല്ലോ. ആരാധന കുറച്ച് നിന്ന് വെച്ചാൽ ഈ ദൈവസഭയ്ക്കകത്തെ ചില ഭക്തന്മാരല്ല, അതിഭക്തന്മാര് അവരെന്ത് ചെയ്തു, ദൈവസഭയ്ക്കകത്ത് ദൈവം കൊടുക്കാത്ത, ദൈവം പറയാത്ത ചില കാര്യാദികൾ അവർ ചെയ്തു. അവർക്കങ്ങ് കത്രമേശ നടത്തണമെന്ന് തോന്നല് സഭയിലെ വിശ്വാസികൾക്ക്. പല ഭവനങ്ങളിൽ എന്ത് ചെയ്തു, അവർ ഇടയന്മാരെ കൂടാതെ, ദൈവദാസന്മാരെ കൂടാതെ, അതിനുള്ള നിയോഗമില്ലാതെ, സമർപ്പണമില്ലാതെ, ആത്മീയ വിശുദ്ധി ഇല്ലാതെ, ആന്തരിക വിശുദ്ധി ഇല്ലാതെ, ഹൃദയവിശുദ്ധി ഇല്ലാതെ, ജഡത്തിൽ വിശുദ്ധി ഇല്ലാതെ, ഹല്ലേലൂയ, പലരും ദൈവദാസന്മാർ മുമ്പ് കണ്ട് പഠിച്ചത് വെച്ച് പലരും കത്രമേശ ഭവനത്തിൽ നടത്തി. അങ്ങനെ ഭവനത്തിൽ കർത്തൃവേഷം നടത്തി അതനുഭവിച്ച ദൈവനാമത്തിന് ഒരു അപരാധം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പലരും പിന്നത്തെ രോഗികളായി മാറി. നിങ്ങൾ ചിന്തിച്ചു, ദൈവസഭയുടെ നേതൃത്വത്തിലല്ലാതെ, ആ സഭയ്ക്ക് ദൈവം ഏൽപ്പിച്ചിരുന്ന ഇടയന്റെ മൂപ്പന്റെ നേതൃത്വത്തിലല്ലാതെ, അതിന്റെ ക്രമീകരണ നിയമപ്രകാരമല്ലാതെ ആരെല്ലാം കൊറോണ സമയത്ത് സ്വന്തമായി വീട്ടിൽ കർത്തൃമേശ നടത്തി തിന്നിട്ടുണ്ടെങ്കിൽ, കുടിച്ചിട്ടുണ്ടെങ്കിൽ, നീ രോഗിയായിട്ടുണ്ട്. ഞാൻ പല വീട്ടിലും ചെന്ന് പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് ഇക്കാര്യം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. എല്ലാവരും തികഞ്ഞു വരാണല്ലോ. കാരണം പെന്തക്കോസ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പാസ്റ്റ. ഹല്ലേലൂയ. ഒരു സഹോദരനോട് എന്നെ എല്ലാവരും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, പുള്ളി സുവിശേഷമൊക്കെ പറയും, അതുകൊണ്ട് പുള്ളി എല്ലാവരും പാസ്റ്റുണ്ട്. അപ്പം പുള്ളി സ്വയം പാസ്സായി മാറിയവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർക്കെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് സഭയിൽ നിങ്ങൾക്കൊരു ഇടയനെ വെച്ചിട്ടുണ്ട്, ഒരു മൂപ്പനെ വെച്ചിട്ടുണ്ട്. ആ മൂപ്പൻ വന്ന് എണ്ണ പൂശി നിങ്ങളുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്നവർ പ്രാർത്ഥിക്ക് തെറ്റില്ല. അത് ഉത്തരവാദിത്തമുള്ളവനായിരിക്കും ചെയ്യാൻ. അതിനുള്ള നിയമം അറിയുന്നവൻ, വ്യവസ്ഥ അറിയുന്നവൻ, അത് ചെയ്യുവാൻ യോഗ്യതയുള്ളവൻ ചെയ്യുന്നത് തെറ്റില്ല. ഹല്ലേലൂയ. അപ്പം എന്നിട്ടാണ് പറയുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ഏതാണ് ഒന്ന് ഞാൻ പറയട്ടെ, കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, ദീനമായി കിടക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, മൂപ്പന്മാരെ വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അഞ്ചാമത്തെ കാര്യം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ നീ എന്തുമാത്രം പ്രാർത്ഥിച്ചതുകൊണ്ടും ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടത്തില്ല. ദൈവസാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കലും സുഖപ്പെടുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി തള്ളിയ പല രോഗങ്ങളും, ഹല്ലേലൂയ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ഇനി സൗഖ്യം പ്രാപിക്കത്തില്ല, അറിയിക്കേണ്ടവർക്ക് അറിയിച്ചു, രോഗിയുടെ നിലയെല്ലാം തെറ്റി, ഇനി മരുന്നൊന്നും ഫലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഐസിയുലല്ലേ വെന്റിലേറ്ററൊക്കെ ഇരുന്നവരുണ്ട്. വെന്റിലേറ്റർ മാറ്റിയാൽ പിന്നെ ആൾ മരിച്ചു എന്ന് പറയുന്ന നിലയിൽ എത്തിയവർ പോലും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി, സഭയിലെ ഇടയന്മാരെ വരുത്തി അവരോടൊപ്പം ചേർന്ന് വിശ്വാസത്തോടു കൂടി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഹല്ലേലൂയ. അസാധ്യമെന്ന് പറഞ്ഞതിനെ സാധ്യമാക്കി തരാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിനക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യത്തെ സാധ്യമാക്കി തരുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ ബന്ധനം അഴിക്കാൻ, നിന്റെ കുട്ടികളുടെ ബന്ധനം അഴിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ ദേശത്തിന്റെ പൂരം നിന്റെ കുടുംബത്തെ വിടിവിക്കുവാൻ, നിന്റെ താഴ്ച നിന്നെ ഉയർത്തുവാൻ, അല്ലെങ്കിൽ നിന്റെ കഷ്ടത നിന്നെ വിടിവിക്കുവാൻ, നിന്റെ ദീനത്തിൽ നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്ന്. ഏതൊക്കെ വിഷയത്തിന്റെ തന്നെയാണ് നീ ഭാരപ്പെടുന്നത്, ഏതെല്ലാം പ്രതിസന്ധികളാണ് നീ കടന്നു പോകുന്നത്, അങ്ങനെ കടന്നു പോകുന്ന സകല മേഖലകളിൽ ദൈവം നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന.
ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഒരു സ്ഥലത്തും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തോടു കൂടിയ ഒരു സ്ഥലത്തും പ്രാർത്ഥന. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സഭയിൽ വന്നാലും ഭവനത്തിൽ പോയാലും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും ബൈബിളിനോടൊപ്പം ഈ മൊബൈൽ കൊണ്ടുവന്ന് വെക്കും. ഈ മൊബൈൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ബൈബിൾ വായിക്കും, പാട്ട് പാടി ആരാധിക്കുമ്പോൾ ഈ മൊബൈലിനകത്ത് മെസ്സേജുകൾ വരും, അതിന് ശബ്ദം. പിന്നെ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ അങ്ങ് വിളിക്കാൻ തുടങ്ങും. അങ്ങനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. നമ്മളുടനെ ഫോൺ എടുത്തുകൊണ്ട് വിളിച്ച ആളുകളോട് സംസാരിക്കാൻ പോകും. ഈ മെസ്സേജ് വരുമ്പോൾ അതൊരു അസ്വസ്ഥതയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ബൈബിൾ മാത്രമാകണം. വേറെ നിന്നെ അസ്വസ്ഥമാക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് അസ്വസ്ഥത കൊണ്ടുവരുന്ന നിന്റെ കയ്യിൽ പാട്ട് പെട്ടില്ല, ആ മൊബൈല് അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നീ വിശ്വാസത്തോടു കൂടി ഇത് പ്രാർത്ഥിക്കണം. ചിലർ പ്രാർത്ഥനയ്ക്കകത്ത് ഫോൺ എടുക്കും. ഒരിക്കൽ ഞാനവിടെ വളരെ ശാസിച്ചു, മേലാൽ എന്റെ സഭയിൽ ഇത് ചെയ്തേക്കെന്ന് പറഞ്ഞ ലരിയ. അദ്ദേഹം സഭ വിട്ടാൻ പോവുകയും ചെയ്തു. വളരെ പ്രയോജനമായി അദ്ദേഹം സഭയിൽ നിന്ന് പോയി സഭയൊന്നും അവൻ നന്നായെന്നാണ് പറയുന്നത്. അല്ലേ? കാരണം ചിലതൊക്കെ അങ്ങനെയൊക്കെയാ. ചിലതൊക്കെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ശുദ്ധീകരണം ഇല്ലാതെ വന്നിരിക്കും. ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ മൊബൈൽ കൊണ്ടുവച്ച് മൊബൈലിലെ ശബ്ദം കേട്ട്, റിംഗ്ടോൺ കേട്ട്, വിളി കേട്ട്, മെസ്സേജ് അയച്ച്, വാട്സപ്പ് വരുന്നത് കേട്ട് ഫോണും എടുത്ത് പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും വിശുദ്ധി പ്രാപിച്ചതല്ല. അവൻ അശുദ്ധൻ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ജഡത്തിലെ ആത്മാവിലെ സകല കൺവിഷവും നീക്കി. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 7 മിക്കവാറും പറയുന്ന പറഞ്ഞതാണ്, നിങ്ങൾ ജഡത്തിലെ ആത്മാവിലെ സകല കൺവിഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധയെ തികച്ചുകൊള്ളാനാ. അപ്പം പ്രാർത്ഥനയ്ക്ക് അസ്വസ്ഥമാക്കുന്ന, പ്രാർത്ഥനയെ തകർക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നീ നീക്കിക്കളയണം. എന്നിട്ട് വിശുദ്ധിയോടെ വരണം. ചിലർക്ക് ഈ മൊബൈൽ ഇങ്ങനെ കൊണ്ടുവന്ന് ബൈബിളിന്റെ മുകളിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കൊണ്ട് വെച്ചാല് ചിലർക്ക് ഉറക്കം വരുത്തും. കാരണം അവരുടെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവർ കാണണമല്ലോ. അത് കണ്ടില്ല ചിലർക്ക് എടുത്ത് പൊക്കിയിട്ട് വീണ്ടും താത്തുകയും, എടുത്ത് പൊക്കിയിട്ട് വീണ്ടും താത്തു വെക്കും, തിരിച്ചും മറിച്ചും വെക്കും. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ട, നമ്മുടെ പ്രാർത്ഥനയോടെ തടസ്സപ്പെടുന്ന സാത്താന്റെ പ്രവൃത്തിയുള്ള ചിലതൊക്കെ സഭയ്ക്കകത്തുണ്ട്. സാത്താന്റെ ആത്മാവുള്ളത്. കാരണം ഇതെടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക മറ്റുള്ള പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ. ശരിയല്ലേ? അല്ലൊന്ന് പറയാമോ? അല്ലെ? അതേപോലെ ഞാൻ ഇതിനൊക്കെ എതിര് പറയുന്ന ആളാണ്. നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിഷ്കളങ്കതയോടെ വരണം, നിർമ്മലതയോടെ വരണം, പരിശുദ്ധിയോടെ വരണം. നല്ല ഹൃദയത്തോടുകൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് കേൾക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുകയാണ്, ഹല്ലേലൂയ, ആത്മീയ ജീവന്റെ നിയമങ്ങളെ ലംഘിച്ചത് മൂലം ഉണ്ടാകുന്ന രോഗമാണെങ്കിൽ ബാഹ്യമായ സൗഖ്യത്തിന് മുമ്പ് അകമയുള്ള പാപമാകുന്ന രോഗം സൗഖ്യമാകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവന്റെ നിയമങ്ങൾക്ക്, ഹല്ലേലൂയ, നിയമങ്ങളെ ലംഘിച്ചത് മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ആത്മീയ ജീവന്റെ നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് നിനക്ക് രോഗങ്ങൾ കടന്നു വരാം. ആ രോഗങ്ങൾ നിന്നിൽ മാറുവാൻ വേണ്ടി ആദ്യമായി നിന്റെ അകത്തെ പാപങ്ങളെ നീക്കുവാൻ, ബാഹ്യമായ പാപങ്ങളെ നീക്കുവാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, അതനുസരിച്ചാണ് കർത്താവ് ആ പക്ഷപാത രോഗിയുടെ പാപത്തെ മോചിച്ചതും തുടർന്ന് അവന് രോഗസൗഖ്യം ലഭിച്ചതും. ഹല്ലേലൂയ. സ്വതന്ത്രം. അല്ലെങ്കിൽ നമ്മൾ ബൈബിളിന്റെ നിയമമല്ലേ, ആ നിയമത്തിനനുസൃതമായി നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശു നിങ്ങൾ നോക്കി, ഹല്ലേലൂയ, കർത്താവ് ആദ്യം പക്ഷപാത രോഗിയുടെ പാപത്തെ മോചിച്ചു, തുടർന്ന് രോഗസൗഖ്യം നൽകുന്ന മത്തായി സുവിശേഷം, ഹല്ലേലൂയ, 9:2-7 വരെ. പാപം ഏറ്റു പറയുന്നവനും ദൈവത്തെങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുന്നവനെയാണ് ഈ പക്ഷപാതക്കാരനെ നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഈ വാക്യം നിരവധി വാദപ്രതിവാദങ്ങൾക്ക് മുഖാന്തരമായിട്ടുണ്ട്. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക എന്ന് യാക്കോബിന്റെ 5:16 പറയുമ്പോൾ, അല്ലെങ്കിൽ ചില ക്രിസ്തീയ സഭകൾ ചിന്തിക്കുന്ന പോലെ പട്ടക്കാരുടെ, പള്ളിയിലെ വികാരിയുടെ മുമ്പിൽ ചെന്ന് കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ പാപത്തെ ആ പുരോഹിതൻ നമുക്ക് ക്ഷമിച്ചു നൽകുന്നു എന്നുള്ളതാണ്. അല്ലയ്യ, പുരോഹിതനോട് കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ അല്ലയ്യ, അതുകൊണ്ട് ആ കാര്യങ്ങളിലൂടെ നമുക്ക് സൗഖ്യം കിട്ടുന്ന. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിക്കുന്ന ഈ നമ്മുടെ പാപങ്ങൾ കുമ്പസാരത്തിലൂടെ നമ്മൾ ചെല്ലുന്ന പള്ളിയുടെ പുരോഹിതനോട് അല്ല ഏറ്റുപറയേണ്ടത്. അല്ലല്ലേ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ട യേശുവിനോടാ.
യേശുവിനോട് പാപം ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ സൗഖ്യമുള്ളൂ. ഞാനൊരു സഭയുടെ പാസ്സാണ്. ഞാൻ സഭയുടെ പാസ്സായിരിക്കുന്നത് എൻ്റെ സഭയിലെ വിശ്വാസി വന്നിട്ട് അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പാസ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും അവരുടെ പാപത്തിന് പരിഹാരം കൊടുക്കാൻ പറ്റില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്നോട് പാപം പറയും, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകൾ ബലഹീനതയെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തിനും മനുഷ്യനിടയിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു പറഞ്ഞ പോലെ ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യേശു വേണം സൗഖ്യം കൊടുക്കുവാൻ, അല്ലാതെ ഒരു പുരോഹിതനല്ല സൗഖ്യം കൊടുക്കുക. ഉപസാരത്തിലൂടെ ആമേൻ നിങ്ങളുടെ പാപത്തിന് സൗഖ്യം വരും നിങ്ങൾ വിശ്വസിക്കുക. ഒരിക്കലും വചനം പറയുന്നില്ല. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വരുന്ന യേശുവാ. അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദ മത ചിന്താഗതിക്ക് അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ഒരുപാട് പാപികളുണ്ടായിരുന്നു, ഒരുപാട് പാപികളുണ്ടായിരുന്നു. അവരുടെ പാപങ്ങളൊന്നും യഹൂദന്മാരും അന്ന് അവരുടെ പുരോഹിതന്മാരും ഏറ്റുപറഞ്ഞ് അവരെ ആരും സൗഖ്യം കൊടുത്തായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുവിനോട് പാപം ഏറ്റു പറയുമ്പോൾ നിന്റെ സകല പാപങ്ങൾ യേശു ക്ഷമിച്ചു തരും. നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതോടൊപ്പം നീ സൗഖ്യമുള്ളവനായി മാറും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദീനമായി കിടക്കുന്ന ഒരുവൻ സിനഗോഗിലെ റബ്ബിമാരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ രോഗശാന്തിക്കായി പാപം ഏറ്റുപറയുന്നവൻ അല്ലെങ്കിൽ സ്തോത്രം അനുവർത്തിച്ചുകൊണ്ട് ചെയ്യുന്ന അന്നത്തെ ഒരു പ്രവണത ഇന്നും പല സഭകളിലും അത് വെളിപ്പെടുന്നുണ്ട്, പല പള്ളികളിലും അത് കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തിനും മനുഷ്യന്റെ ഇടയിൽ ഏക മധ്യസ്ഥൻ യേശു കർത്താവ്, നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുന്നവൻ യേശു, പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമായി തീർന്നവൻ യേശു, നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കുമെന്ന അവസാനത്തുള്ള രക്തം വരെ തന്നവൻ യേശു. അതുകൊണ്ട് ആരാണ് നമ്മുടെ പാപത്തിന് പരിഹാരം? യേശു. അതുകൊണ്ട് പറയുകയാണ്, ദൈവം നിങ്ങളെ നീതിമാനായി വിളിച്ചു വേർതിരിച്ച് നിങ്ങളെ നീതീകരിച്ചു കഴിയുമ്പോൾ നീതിമാനായിരിക്കും നിന്റെ പ്രാർത്ഥന ഹല്ലേലൂയ വളരെ ഫലിക്കും. കാരണം നീ നീതിമാനാണെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക, ഞാനോ നിങ്ങളോട് പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-45 വാക്യങ്ങൾ കാണുന്നത്. എന്താ? ശത്രുക്കളെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിപ്പാൻ കഴിയണം, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ദൈവം നമുക്ക് തരുന്നതല്ല, ദൈവവചനമാണ്. വ്യവസ്ഥയിലാണോ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അനേക ജനങ്ങൾ, അനവധി ആളുകൾ, അനവധി ദൈവഭക്തന്മാർ, ക്രൈസ്തവ വിശ്വാസികൾ നൂറുകണക്കിന് ആളുകളുടെ ഇതിലേക്ക് പോയി പ്രാർത്ഥിച്ച് മറുപടി കിട്ടാത്തവരുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തവരുണ്ട്. ഒരുപാട് ദൈവമക്കൾ ഒരുപാട് ദൈവദാസന്മാർ അരികെ പോയി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തതുണ്ട്. ഹല്ലേലൂയ. അവരൊരാളിലേക്ക് പോയി പ്രാർത്ഥിക്കും, മറുപടി കിട്ടത്തില്ല, വേറൊരാളെ അന്വേഷിക്കും, മറുപടി കിട്ടത്തില്ല. അങ്ങനെ നൂറുകണക്കിന് ദൈവദാസന്മാർ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മറുപടി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നീതീകരിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിൽ ഇതുവരെയും നീ നീതീകരിക്കപ്പെട്ടിട്ടില്ല. നീതീകരിക്കപ്പെടുവാനുള്ള എന്റെ അന്തർഭാഗത്തെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് നീ ഹൃദയശുദ്ധിയുള്ളവനായി മാറി കഴിയുമ്പോൾ, നിന്നെ നീതിമാനെന്ന് ദൈവം കണ്ടു കഴിയുമ്പോൾ, നൂറുകണക്കിന് ദൈവദാസന്മാർ മുമ്പിൽ നീ പോയി പ്രാർത്ഥിക്കേണ്ട. നിനക്ക് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ രോഗങ്ങളെയെല്ലാം ദൈവം സൗഖ്യമാക്കി തരും. അതുകൊണ്ട് നിങ്ങൾ നീതീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ ദുർമാർഗങ്ങളിൽ നടക്കുന്നവനോ കുലപാതകന്മാർക്കോ വേശ്യാവൃത്തിയിൽ ഇരിക്കുന്നവർക്കോ അക്രമികൾക്കോ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഒരു പക്ഷേ അവർക്ക് സൗഖ്യം വരുന്നില്ല എങ്കിൽ അവരുടെ ഉള്ളിൽ നീതീകരണം നടന്നിട്ടില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നീതീകരണം എന്ന് പറയുന്ന ആ പ്രക്രിയ നടക്കുമ്പോഴാണ് നിനക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിനക്ക് ഫലിക്കാൻ കഴിയുന്നത്. അതുപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ നീതിമാനായിരിക്കണം. ഞാൻ ഈ സഭയുടെ ഇടയൻ, സഭയുടെ മൂപ്പൻ നീതിമാനാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സഭയിലെ ഇടയന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാകത്തുള്ളൂ.
ഇവിടെ രണ്ടുപേരും നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ അവന്റെ രണ്ടു വശത്തും രണ്ട് കള്ളന്മാരെ ക്രൂശിൽ തറച്ചു. ആ രണ്ട് കള്ളന്മാരും ആദ്യം അവനെ നിന്ദിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 27:44 കാണുന്നു. രണ്ട് കള്ളന്മാർ ആദ്യം യേശുവിനെ നിന്ദിച്ചു. എന്നാൽ യേശു അത് സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അത് കണ്ട കള്ളൻ ഉറക്കെ. അപ്പൊ യേശു സ്വന്തം ക്രൂശിൽ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആദ്യം രണ്ട് കള്ളന്മാരും ദുഷിച്ചവരാ കേട്ടോ. പക്ഷെ യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ക്രൂശിൽ കിടന്ന് ഒരു കള്ളന് മനസ്താവുണ്ടായി. അവൻ പെട്ടെന്ന് നീതീകരിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, പിതാവേ, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ, എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് ആ ക്രൂശിൽ കിടന്ന് അവൻ നീതീകരിക്കപ്പെട്ട മുഖാന്തരം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലിരിക്കും. നമ്മുടെ ക്രൂശിൽ 3 പേര് തൂങ്ങിക്കിടക്കുക. രണ്ട് ഇടവും കൊണ്ടും രണ്ട് കള്ളന്മാർ, സെൻട്രൽ യേശു. 2 പേര് യേശുവിനെ ദുഷിച്ചു. പക്ഷേ യേശുവിനെ ക്രൂശിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. യേശു തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കേട്ട ക്രൂശിലെ കള്ളന്മാർ ഒരുവൻ ക്ഷണത്തിൽ നീതീകരിക്കപ്പെട്ടു. അവൻ പറയും, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തോളൂ. കർത്താവിന്റെ പാപത്തെ ക്ഷമിച്ചു കൊടുത്തു. അവന്റെ ആന്തരികമായി ഉണ്ടായിരുന്ന എല്ലാ കുറവുകളെയും നീക്കി ആ ക്രൂസിൽ വെച്ച് അവൻ നീതീകരിക്കപ്പെട്ടവനായതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പരദീസിലിരിക്കും. ആ കള്ളനിൽ ഒരുവൻ എന്ത് കിട്ടി? പരദീസ കിട്ടി. അത് നീതീകരണം എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അല്ലെങ്കിൽ വായിച്ച വചനം എന്താണ്? യാക്കോബിന്റെ 5-ാം അധ്യായം 16-ാമത്തെ വാക്യമാ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഹല്ലേലൂയ. അതേ സഹോദര സൂരി, നിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ. നീ കടന്നു പോകുന്ന കണതിന്റെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, വേദനയുടെ, നിരാശയുടെ, മനോവിഷമത്തിന്റെ നടുവില് നിന്റെ ഭവനത്തിന്റെ അവസ്ഥകൾക്കെല്ലൊരു മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു നീതീകരണം വന്ന നീതീകരണത്തോടെ നീ ദൈവസേനയ്ക്ക് മടങ്ങി വന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഈ ഇന്ന് പകൽ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോകരാജ്യങ്ങൾ 800 കോടിയിലധികം ജനം കഷ്ടം അനുഭവിക്കുന്നവർ, കർത്താവ് സുഖം അനുഭവിക്കുന്ന ദീനമായി കിടക്കുന്നവർ, വിവിധ പ്രതിസന്ധി കടന്നു പോകുന്ന ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ശാരമ ശിരസ്സുള്ള കാലുവിലെ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, മാനസികമായി തകർന്നവർ, മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, വിവിധ ബന്ധനങ്ങളാൽ അകപ്പെട്ട് കിടക്കണം. ശിരസ്സുള്ള കാലുവിലെ കർത്താവ് ഭരിഞ്ഞു മുറുക്കുന്ന വേദനയുമായി കടന്നു പോകുന്ന അനുഭവത്തെ ആളുകളെ ഇന്ന് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സൗഖ്യം കൊടുക്കണമേ. മദ്യപൈകൾ പഞ്ചലഹരി മുഖാന്തര കുടുംബം തകർന്ന് ബിസിനസ് തകർന്ന മഹാവ്യാധിയാൽ വിവിധ ബന്ധനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം സൗഖ്യത്തെ നമുക്ക് യേശുവെ കൊടുക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ ദുർസ്വഭാവങ്ങളും മാറ്റിവെച്ച് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷന്റെ ഭാഗമായി തീരുവാൻ വിശുദ്ധി പ്രാപിക്കേണ്ടതാണ്. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ ഞാൻ വൃത്തരസനയാചകർ, ഓർഫനേജുകളുടെ തടവറയിലായിരിക്കുന്ന ജാതിമത വർഗവർണ്ണ വ്യത്യാസം കുടിന്റെ വിട്ട് കൊട്ടാരതി വരെ പാർക്കുന്ന ചെറിയുടെയും വലിയുടെയും ഗോത്രഭാഗങ്ങളിൽ എല്ലാം എന്റെ ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്നവരെ, രാജ്യരാഷ്ട്ര തലവന്മാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയായിരിക്കും, എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ മത സാമൂഹിക സാംസ്കാരിക മീഡിയ നിൽക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് ഞങ്ങളെടുത്ത് കരങ്ങൾ ഏൽപ്പിക്കുകയാണപ്പാ. കഷ്ടത്തിലൂടെ, പ്രതിസന്ധിയുടെ, പ്രസന്ധിയുടെ കടന്നു പോകുന്ന നിരവധി ആളുകളുണ്ട്. കർത്താവിന്റെ ശാപത്തിൽ നിന്ന് വിടിവിക്കണമേ, പാപത്തിൽ നിന്ന് വിടിവിക്കണം, കടക്കണിൽ നിന്ന് വിടിവിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിദേശ രാജ്യത്ത് കടന്നുപോയി കർത്താവ് വേണ്ട വിധത്തിൽ ഉയർച്ചയില്ലാത്ത നൊമ്പരത്തിൽ കടന്നു പോകുന്നവരുണ്ട്. ഭാരപ്പെടുന്ന വിവിധ വിഷയങ്ങൾക്കായി ദൈവത്തിന്റെ കണ്ണുകളുടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം കുറവുകൾ ക്ഷണിച്ച് ഒരു നീതീകരണം കൊടുത്ത് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കർത്താവെ അവരെ ശക്തീകരിക്കാൻ ബലപ്രദം ചെയ്യണമേ. കണ്ണുനീരുമാരുടെ ജീവിതം ഒറ്റപ്പെട്ടു പോയ സഹോദരന്മാരുണ്ട്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ വേണ്ട നിറച്ച് ഓർഫനേജ് ഓട്ടജുമോട്ട് തള്ളിയ അനവധി കുഞ്ഞുങ്ങളടക്കം മാതാക്കളടക്കം ഓർഫനേജ് ഓട്ടജുമുണ്ട്. അവർക്കൊക്കെ സമാധാനം കൊടുക്കണമേ. എല്ലാ മേഖലയിലും രോഗിയായി കിടക്കുന്ന, ആശുപത്രി കിടക്കുന്നു, വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്, ഐസിയുവിൽ കിടക്കുന്നവരുണ്ട്. കർത്താവെ, സ്വന്തം മരണത്തെ മുഖാമിൽ കണ്ട് വിവിധ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും കർത്താവ് സൗഖ്യം കൊടുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.